പ്രശാന്തേട്ട, ഈ ഡിജി പബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഈ ഡിജി പബ് എന്ന് പറയുന്നത് ഇവിടെ ജോർജ് സൊറോസിന്റെ ഫണ്ട് പറ്റുന്ന ഒരു പറ്റം മാധ്യമ പ്രവർത്തകരാണ്. അവരുടെ ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ ഡിജി പബ് എന്ന് പറയുന്നത്. ഈ ഡിജി പബിന്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് മാക്സിമം മോദി വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ സോറോസൊക്കെ അങ്ങനെയാണല്ലോ ഫണ്ട് ഒഴുക്കുന്നത്. മണിപ്പൂരിന് പിന്നിലുള്ള ഫണ്ടൊക്കെ സോറോസിൻ്റെ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഡിജി പബിന് നരേന്ദ്രമോദി രണ്ടാമത് അധികാരത്തിലേറിയപ്പോൾ വലിയ രീതിയിലൊരു അടി സംഭവിച്ചു. ഇവർക്ക് അറിയാം എന്തായാലും മോദി അധികാരത്തിൽ വരും എന്ന്. പക്ഷേ മോദിയുടെ ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ളത് ഇവരുടെ വലിയൊരു അജണ്ടയായിരുന്നു. ആ അജണ്ടയിൽ ഇവർ വിജയിച്ചെങ്കിലും നരേന്ദ്രമോദി വളരെ ശക്തനായിട്ട് തന്നെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവർ വിചാരിച്ചത് മോദിയുടെ ഭൂരിപക്ഷം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഘടകകക്ഷികളെല്ലാം നരേന്ദ്രമോദിയെ നിയന്ത്രിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ 72 മന്ത്രിമാരുള്ളതിൽ 62 BJPയുടെ മന്ത്രിമാരാണ്. സ്പീക്കർ പോലും BJPയുടെ സ്പീക്കറാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പം നിതീഷ് കുമാർ ആയിരുന്നാലും TDP ആയിരുന്നാലും നരേന്ദ്രമോദിയുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. മോദി എന്ത് പറഞ്ഞാലും അവർ കേൾക്കും. നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കാൻ വെമ്പി നിൽക്കുന്ന, പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷത്തിലെ ആൾക്കാർ വേറെ. അപ്പോൾ ഇത് ഇവർക്ക് വലിയ രീതിയിലുള്ള അടിയായി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇവർക്കെതിരെ ആക്ഷൻസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മൂന്നാമത്തെ നരേന്ദ്രമോദി സർക്കാർ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കും പോലെയല്ല. ഇപ്പോൾ പ്രശാന്തേട്ടനെ സംബന്ധിച്ചാണെങ്കിൽ പ്രശാന്തേട്ടൻ ഒരു എതിരാളി ഇല്ലാതെയാണ് ഒരു സ്ഥലത്ത് മത്സരിക്കാൻ പോകുന്നതെങ്കിൽ തയ്യാറെടുപ്പിൻ്റെ ആവശ്യമുണ്ടോ? വേണ്ട. ഇപ്പം നരേന്ദ്രമോദിക്ക് ശക്തനായിട്ടുള്ള എതിരാളികൾ അപ്പുറത്ത് ഉണ്ടായി വന്നിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മോദി ഇനി ഫുൾ പവറിൽ അടി തുടങ്ങും. മോദി ഇതുവരെ ഒരു ഇവർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ അറിയാമല്ലോ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിരുന്നു നരേന്ദ്രമോദി എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് നമ്മൾ ആ പശ്ചിമ ബംഗാളിൽ BJPക്കാർ അടികൊണ്ട് മരിച്ചിട്ട് പോലും അവിടെയുള്ള RSS നേതാക്കൾ പറഞ്ഞു ഇതങ്ങ് പിരിച്ചുവിടാൻ. ഈ സർക്കാരിനെ മോദി പിരിച്ചുവിട്ടില്ല. ജനാധിപത്യം ഭയങ്കരമായിട്ട് നിറഞ്ഞു തുളുമ്പി. അതിന്റെ ഏറ്റവും വലിയ പരിണിത ഫലമാണ് നരേന്ദ്രമോദി ഇപ്പൊ അനുഭവിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലൊക്കെ സീറ്റ് കുറഞ്ഞില്ലേ? മോദിയെ ജനം തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് കാര്യങ്ങൾ ചെയ്യാനാണ്, ആൾക്കാർക്ക് സംരക്ഷണം കൊടുക്കാനാണ്. ഇത് നടന്നിട്ട് പോലും നരേന്ദ്രമോദി, അതായത് വെസ്റ്റ് ബംഗാളിൽ അടികൊണ്ട് മരിച്ചിട്ട് പോലും നരേന്ദ്രമോദി അനങ്ങിയിട്ടില്ല. പക്ഷേ ഇത്തവണ നരേന്ദ്രമോദി അങ്ങനെയല്ല. തുടക്കത്തിൽ തന്നെ അരുന്ധതി റായ്ക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഡിജി പബിന് അതിൻ്റെ ന്യൂസ് മിനിറ്റിൻ്റെ ചീഫ് എഡിറ്റർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ധന്യ രാജേന്ദ്രൻ. ഇവരാണ് ഇതിൻ്റെയൊക്കെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത്. അവർക്കെതിരെ കേസ് എടുത്തതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ വാർത്ത പറയുന്നുണ്ട്. UPയിലെ ഷാംലിയിൽ മദ്യലഹരിയിൽ ഒരാൾ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുന്നു. അയാൾ അവിടെ മർദ്ദനമേറ്റ് മരിക്കുന്നു. ഈ മർദ്ദനം ആൾക്കൂട്ട കൊലപാതകമാണെന്നും ഇത് ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇയാളെ കൊന്നതെന്നുമുള്ള ഡിജി പബ് പറഞ്ഞു പരത്തുന്നു. അപ്പോൾ ഇതിനെതിരെ കേസ് എടുത്തിട്ടുണ്ട്. കേസ് എടുക്കുമ്പോൾ സാധാരണ ധന്യ രാജേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. ഇവർ വലിയ രീതിയിൽ എന്തെങ്കിലും കേസ് എടുത്തു കഴിഞ്ഞാലോ ഇവർക്കെതിരെ വല്ല വീഡിയോ വന്നു കഴിഞ്ഞാലോ ഇവർ അതിൻ്റെ വീഡിയോയുടെ തംബ്നെയിലെടുത്ത് ഇവരുടെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അവരെ പരിഹസിക്കും. പക്ഷേ ഇത്തവണ പരിഹാസമില്ല, നിലവിളിയാണ്. ഡിജി പബ് ഔദ്യോഗികമായിട്ട് ഇത് ഇറക്കിയിട്ടുണ്ട്, വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അവരുടെ ലെറ്റർ പാഡിൽ തന്നെ ഇറക്കിയിട്ടുണ്ട്. കണ്ടംസ് ദ FIR രജിസ്റ്റേർഡ് ബൈ ദ ഉത്തർപ്രദേശ് പോലീസ് അഗെയിൻസ്റ്റ് 5 people ഇൻക്ലൂഡിംഗ് 2 journalists ഫോർ ദ സോഷ്യൽ മീഡിയ പോസ്റ്റ് അബൌട്ട് ദ ഡെത്ത് ഓഫ് എ മുസ്ലിം മാൻ ഇൻ എ വെസ്റ്റേൺ ഡിസ്ട്രിക്ട് ഓഫ് ഷാമിൽ. ദ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ജേർണലിസ്റ്റ് സക്കീർ അലി ത്യാഗി, വസീം അക്തർ ത്യാഗി, 3 other men, ആസിഫ് റാണ, സലീഫ് Ali Badi and Ahmad Raza Khan have been booked for promoting enmity between different groups under section 196 എന്നൊക്കെ പറഞ്ഞ് സെക്ഷൻ അടക്കമാണ് ഇട്ടിരിക്കുന്നത്. നിലവിളിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രശാന്തേട്ടൻ എന്നാ തോന്നുന്നത് ഇവരുടെ ഈ ഒരു രാജ്യദ്രോഹ പ്രവർത്തനം, അങ്ങനെ തന്നെ പറയണം, രാജ്യദ്രോഹ പ്രവർത്തനം. ഡിജി പബിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ ധന്യ രാജേന്ദ്രനെതിരെ IB ഇന്റലിജൻസ് ബ്യൂറോ അവരെ നോട്ടൗട്ട് വന്നിട്ടുണ്ട്. എന്താ തോന്നുന്നത്? ഇവരെ ഒതുക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യം. ഇന്റലിജൻസ് ബ്യൂറോയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ധന്യ രാജേന്ദ്രൻ. ഡിജി പബ് ലോകമൊത്തം ചർച്ച ചെയ്യുന്ന ഇന്ത്യയിലെ ഒരു കാര്യം കൂടെ പറയാം, കട്ടിംഗ് സൗത്തിന്റെ ആൾക്കാർ. അത് ഇന്ത്യയിലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ താല്പര്യമെടുത്ത് ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റിയുടെ ഫണ്ട് മേടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമ ശൃംഖല അതാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പ്രവർത്തിക്കുന്നത്. ഏറ്റവും അവസാനം വന്നപ്പോൾ അത് വളരെ ഓപ്പണായിട്ട് ഹൈപ്പായിട്ട് ഏറ്റവും അതിൻ്റെ ഉച്ചസ്ഥയിൽ, കാരണം ഈ പ്രാവശ്യം നരേന്ദ്രമോദിയെ മാറ്റി നിർത്തിയില്ലെയോ മതിയാവും. അതിന് ഇന്ത്യയിലുടനീളം എന്ത് ഒക്കെ സൃഷ്ടിക്കാമോ, ഇന്ത്യക്കെതിരെ എന്തൊക്കെ കലാപം സൃഷ്ടിക്കാമോ അതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഡിജി പബ് എന്ന് പറയുന്നതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ന്യൂസ് മിനിറ്റ് ബാംഗ്ലൂരിൽ എഡിറ്റർ അവരാണ് ഇവർ പാലക്കാട്ടുകാരിയാണ്. അപ്പം ഈ IB കേസെടുത്തതിന് ശേഷമാണ് ഇവരൊന്ന് വരണ്ടിട്ടുള്ളത്. കാരണം ഇലക്ഷന് ശേഷമാണ് വളരെ കൃത്യമായിട്ടാണ് അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ അറിയാതെ തന്നെ അവിടെ കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ താമസിയാതെ പിടികൂടും. അതിനു മുമ്പാണ് UPയിൽ ഇപ്പം മരിച്ചുപോയ ഫിറോസ് ഖുറേഷി
അദ്ദേഹം മദ്യപാനിയാണ്, ഒരു സൈക്കോയാണ്. അദ്ദേഹം ഒരു വീട്ടിൽ കയറി, സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ ഒരു മദ്യപിച്ചിട്ടുള്ള ഒരുത്തൻ നമ്മളെ ആക്രമിക്കാൻ കയറി വീട്ടിനകത്തിട്ട് തല്ലിക്കൊന്നാലും കേസ് ഇത്രയൊക്കെ ഉള്ളൂ, മനസ്സിലായി. പക്ഷേ ഇവനെ അവിടെ അതിക്രമിച്ച് കയറി വേളം ഉണ്ടാക്കി. ഇവനെ സ്വാഭാവികമായിട്ടും വീട്ടുകാരെടുത്തിട്ട് അടിച്ചു. ആ പ്രദേശത്തുള്ള ആൾക്കാർ കൂടി അയാൾ തിരിച്ച് അവരുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് ഇവനെ വിളിച്ചുകൊണ്ട് പോയി. അവൻ രാത്രിയിൽ മരണമടഞ്ഞു. ഇത് വർഗീയ കലാപമാണ്, ഹിന്ദുക്കളെല്ലാം കൂടെ മുസ്ലിമുകളെ അടിച്ചു കൊന്നു എന്നുള്ള രീതിയിൽ ഈ ഇപ്പം ധനുഷ് പറഞ്ഞില്ലേ, സജീദ് അലി ത്യാഗിയും വസീം അക്രം ത്യാഗിയും ഇവർ ന്യൂസ് കൊടുത്തു, യൂട്യൂബ് വെച്ച് ന്യൂസ് കൊടുത്ത് കേസെടുത്തു. അപ്പം ഈ കേസ് ഇപ്പം പുതിയ നിയമം അനുസരിച്ച് ഇപ്പോഴത്തെ ഈ ഭാരതീയ നിയമസംഹിത ന്യായസംഹിത 196, 353 വകുപ്പ്, ഇത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല, വളരെ കുഴപ്പമുണ്ടാക്കുന്ന വകുപ്പുകളാണ്. ഇതുപോലെ മാധ്യമ പ്രവർത്തനം തെറ്റായ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലും ആ കാരണം കൊണ്ട് ജനങ്ങൾ സംഘടിക്കുകയും ആ കാരണം കൊണ്ട് രാജ്യത്തിന് കുഴപ്പമുണ്ടാവുകയും ആ കാരണം കൊണ്ട് വർഗീയ കലാപം ഉണ്ടാകുകയും കാരണമാകുന്ന വാർത്തകൾ വന്നാൽ ഏതാണ്ട് 10 കൊല്ലത്തിനകത്ത് ശിക്ഷ വരെ കിട്ടാവുന്ന വകുപ്പ് വെച്ചിട്ട് രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, സുരക്ഷ, അത് രാജ്യദ്രോഹ കുറ്റത്തിന് സമമായിട്ടുള്ള കേസായിട്ട്. രാജ്യദ്രോഹത്തിന് അതിന് പഴയ 124 പോലെയല്ല, അപ്പം അകത്ത് പോയാൽ വെളിയിൽ വരത്തില്ല, മനസ്സിലാവുന്നുണ്ട്. ഇത് ഇവർക്ക് അതിനെപ്പറ്റി വളരെ കൃത്യത ഇല്ലായിരുന്നത് കൊണ്ടാണെന്ന് പക്ഷേ ഇവർ തന്നെ പറയുന്നുണ്ട്. കാരണം ഭാരതീയ ന്യായ സംഹിതയിലുള്ള ഈ രാജ്യദ്രോഹ കുറ്റം തീവ്രവാദവും ഭീകരവാദവും രണ്ടായിട്ടാണ് പരിഗണിക്കുന്നത്. ഇതെല്ലാം ദുരുപയോഗപ്പെടും എന്നാണ് അവർ പറയുന്നത്. ഇതുപോലെയുള്ള രാജ്യദ്രോഹികൾ അകത്തു പോകും. ഈ രാജ്യദ്രോഹികളാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ മറവിലും അല്ലെങ്കിൽ വേറെ ചില സംഘടനകളുടെയൊക്കെ പറവിലും പുരകൃതി സംരക്ഷണത്തിന്റെ പറവിലും ഒക്കെ നിന്ന് ഈ രാജ്യത്തിനെതിരെയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതി സംരക്ഷണം രാജ്യത്തിന്റെ പുരോഗതി, ഏത് പുരോഗമനം അല്ലെങ്കിൽ പുരോഗതിക്ക് ഊന്നുന്ന പ്രശ്നങ്ങൾ വരുമ്പോഴും അതിന്റെ മറവിൽ. പിന്നെ മനുഷ്യാവകാശ സംരക്ഷണം, ഇതുപോലുള്ള തീവ്രവാദികളെയും അല്ലെങ്കിൽ കാശ്മീർ തീവ്രവാദികളെയും ഇന്ത്യ വിരുദ്ധ ആൾക്കാരെയൊക്കെ വിളിക്കും മനുഷ്യാവകാശ പ്രവർത്തനം. അറിയാമല്ലോ, സ്റ്റാലിൻ സ്വാമി അല്ലെങ്കിൽ ആശുപത്രി കിടന്ന് മരിച്ച അപ്പോൾ സ്റ്റാലിൻ സ്വാമി അവിടെ കിടന്ന് വെള്ളം കിട്ടാതാണ് മരിച്ചതെന്ന് പറഞ്ഞുണ്ടാക്കി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയൊക്കെ ഇതിപ്പോൾ ഇവരെല്ലാം കൂട്ടും. ഇതിനകത്ത് ധന്യ രാജേന്ദ്രൻ അകത്തു പോകുന്ന അവസ്ഥയിലേക്കാണ് വരും. അതുകൊണ്ട് തന്നെ ധന്യ രാജേന്ദ്രൻ ഇന്നലെ തന്നെ ഇത് ഈ തെറ്റാണ്, അത് പിൻവലിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ഇപ്പം ധനുഷൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ അവർ ഈ പണി ഇലക്ഷന് ശേഷം അവർ ഈ പണി നിർത്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി. എന്നാലും പണി നിർത്തുവാണ്, പക്ഷേ ഫെമിനിസവും ആക്ടിവിസവും അത് എല്ലാത്തിനകത്ത് ഇടപെടാമല്ലോ. ഫെമിനിസവും ആക്ടിവിസവും ഒക്കെ എന്ന് പറയുമ്പം ഈ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിനകത്ത് മാധ്യമ പ്രവർത്തകയെ അല്ലാതെ തന്നെ ഇടപെടാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇപ്പോൾ അതല്ല അവസ്ഥ. അരുന്ധതി റോയ് ഇവരെ അകത്ത് പോകുന്ന രീതിയിലേക്ക് നിൽക്കുക. അതുകൊണ്ട് ആ പണിയും കൊണ്ട് ഇറങ്ങിയാലും രാജ്യത്തിന് വിരുദ്ധമായിട്ടുള്ള പണിയാണെന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാലും ഇവിടുത്തെ നിയമസംഹിത തീരുമാനിച്ചാലും ഒക്കെ അകത്തു പോകുന്ന ഒരവസ്ഥയാണ്. ഞാനീ പറയാൻ വന്നത്, രാജ്യത്ത് നേരത്തെ ധനുഷ് പറഞ്ഞതുപോലെ ഒരു രാജ്യം ഭരിക്കുന്ന, നമുക്ക് സ്വാതന്ത്ര്യം, ജനാധിപത്യം സംവിധാനമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം, അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം ആ രാജ്യത്തിന് വിരുദ്ധമായിട്ട് വരുന്ന ഒരാളെയും ആ രാജ്യം സംരക്ഷിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. രാജ്യവിരുദ്ധമായിട്ട് സംസാരിക്കുന്നതെല്ലാം ജനാധിപത്യ സംവിധാനമാണ്, അതുകൊണ്ട് അത് മറന്നേക്കാം, അവരെന്താണെന്ന് വെച്ചാൽ പറയട്ടെന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകും. ഇപ്പോൾ ഇവരുടെ നേതാവായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയെ വരെ പിടിച്ച് അകത്തിടേണ്ട അവസ്ഥയാണുള്ളത്. കാരണം അയാൾ ഈ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പട്ടാളത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ മണിപ്പൂരിൽ പോയി, അവിടെ മെയ്തി, കുക്കി, ഈ 2 വിഭാഗം ആൾക്കാരെയും കണ്ട് പുള്ളി പറയുന്നത്, കുക്കി എടുത്ത് ചെന്നിട്ട് ഇവർ 2 ശത്രുക്കളാണല്ലോ, കുക്കിയുടെ കാമ്പി ചെന്നിട്ട് പുള്ളി പറയുന്നത് എല്ലാ മക്കളെല്ലാം ശരിയാക്കുക, നിങ്ങളുടെ ഭാഗത്തില്ലേ ഞാൻ. ഇയാൾ തന്നെ ചെന്ന് മറ്റേടത്ത് ചെന്നിട്ട് നിങ്ങൾക്കെല്ലാം ശരി. അപ്പം ഇവരെ 2 പേരെയും വീണ്ടും വൈരാഗ്യ ബുദ്ധിയോട് കൂടി നിർത്തുക, ഇന്ത്യക്കെതിരെ പടച്ചു വിടുക. അതുപോലെ പട്ടാളക്കാരുടെ അവസ്ഥ, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള പട്ടാളക്കാരൻ, ആ പട്ടാളക്കാർ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ പട്ടാളക്കാരെ കളിയാക്കുക എന്ന് പറയാൻ അവരുടെ ആത്മവീര്യം എവിടെ പോകും? അല്ലെങ്കിൽ ഈ ഇന്ത്യൻ പട്ടാളക്കാർ മോശമാണെന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അവസ്ഥ വേറെ എവിടെ പോകും? പട്ടാളക്കാർ മരിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ പോലും ആ പൈസ കൊടുത്തത് ശരിയായ രീതിയിലല്ല, പൈസ കൊടുത്തില്ല, അല്ലെങ്കിൽ പൈസ കൊടുത്ത ഇൻഷുറൻസിൽ നിന്നാണ്. എന്തൊരു വിട്ടിത്തൊക്കെ ഈ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള അജണ്ടയാണ്. അതിന് ആ അജണ്ട ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന ആൾ രാഹുൽ ഗാന്ധി. ഈ അജണ്ട തയ്യാറാക്കി കൊടുക്കുന്ന ആൾ ഇവർ. അത് മാധ്യമപ്രവർത്തക വേഷത്തിൽ ഒരു ആൾ, അല്ലെങ്കിൽ ജനാധിപത്യ നേതാവ് എന്നുള്ള രീതിയിൽ, രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള രീതിയിൽ. അപ്പം ഇതിനെല്ലാം ഇങ്ങനത്തെ രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്നവരെ യാതൊരു കാരണവശാലും ജനം തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കുമെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. ഇതുവരെ അതാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരുന്നത്. നരേന്ദ്രമോദി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാമല്ലോ, അദ്ദേഹത്തിനെ നിലനിർത്താൻ അനുവദിക്കുന്ന ഘടകങ്ങളെ കൃത്യമായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കണം. ധനുഷ് പറഞ്ഞതുപോലെ
പശ്ചിമ ബംഗാളിലെ മൃഗീയമായ മോശമായ ഭരണത്തിനെതിരെ അവിടെ BJP ഗവൺമെന്റിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന BJP പ്രവർത്തകരെ സംരക്ഷിക്കാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനെ അദ്ദേഹം ഉപയോഗിക്കണം. അതിൽ തെറ്റൊന്നുമില്ല. വിഷമം വന്നത് കേന്ദ്രമന്ത്രി ആക്രമിക്കപ്പെട്ടു. കേന്ദ്രമന്ത്രി അതിന് എത്ര തവണ കേന്ദ്രമന്ത്രി ആക്രമിക്കപ്പെടുന്നു, പ്രതിപക്ഷ നേതാവ് ആക്രമിക്കപ്പെടുന്നു, ഒരു ജനാധിപത്യ സംവിധാനം ആ സംസ്ഥാനത്ത് നടപ്പാക്കാൻ ഒക്കാതെ വരുന്നു, കോടതിയെ വരെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിയും അല്ലെങ്കിൽ ലോകത്തെ മൊത്തം നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളുള്ള ഇന്ത്യ മഹാരാജ നോക്കിയിരിക്കുന്നതിനാണ്. അവിടെ ജനാധിപത്യം നടക്കുന്നില്ല ധനുഷേ, വോട്ട് ചെയ്യാനൊക്കുന്നില്ല ധനുഷേ. അവരുടെ ആൾക്കാർ മാത്രം വോട്ട് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ അവിടെ ജനാധിപത്യം നടക്കുന്നത്? അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന സമൂഹം. ജനാധിപത്യം ഇല്ലാത്ത രാജ്യത്തെ കൂട്ട് കാര്യങ്ങളാണ് അവിടെ. വോട്ട് ചെയ്യാൻ പറ്റാത്ത ജനത, സ്വാതന്ത്ര്യമില്ലാത്ത ജനത, പീഡിപ്പിക്കപ്പെടുന്ന ജനത. കഴിഞ്ഞ ദിവസം ഒരു MP ഒരു ആളിനെ തല്ലിക്കൊന്നിട്ട് പറയാം ഇത് മുസ്ലിം നിയമങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നത്, നടപ്പാവുന്നത്. ഇന്ത്യ കാമുകനെ എന്താണ് അടിച്ചിട്ട് പറയാം ഇത് ഇവിടെ മുസ്ലിം MP ആണ്, മുസ്ലിം രാഷ്ട്രമാണ്, മുസ്ലിം നിയമങ്ങളാണ് ഇവിടെ. ഇന്ത്യ മഹാരാജ്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർലമെന്റിൽ ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പേരിൽ കേസെടുക്കണം. അത്തരത്തിലുള്ള ആൾക്കാരെ രാജ്യത്തിന്റെ സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കണം. ആ രീതിയിൽ പോയാലൊക്കെ ഉള്ളൂ. എന്തായാലും ധന്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പാലക്കാട്ടുകാരി നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. കേരളക്കാരിയാണ്. മിക്കവാറും അകത്ത് പോയിട്ട് കൈയും കാലും ഇട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ ജർമ്മനിയിൽ നിന്നൊരു ഈ കെജ്രിവാൾ അകത്ത് പോയപ്പോൾ വന്ന പോലെ ഒരു മെസ്സേജ് വരും, ദൂറാട്ടിയുടെ ഒരു മെസ്സേജ് വരും. ചിലപ്പം അമേരിക്ക മോശമാണെന്ന് പറയും. എന്തായാലും കെജ്രിവാൾ അകത്ത് കിടക്കുന്ന പ്രമേയം പാസ്സാക്കും. അകത്ത് കിടക്കുന്ന ഇവർ തന്നെ ആയിരിക്കും, ജീവിതം പോകുന്ന ഇവർ തന്നെ ആയിരിക്കും. അല്ല, ഇങ്ങനെയൊക്കെയുള്ളവർ രാജ്യത്തെ വിറ്റ് കാശുണ്ടാക്കുന്നവർ ഇതുകൂടെ അനുഭവിക്കേണ്ടതാ. വന്നു കഴിഞ്ഞാൽ ഇതുകൂടെ അനുഭവിക്കേണ്ട ചെയ്യുന്ന പ്രവൃത്തിയുടെ കോൺസിക്വൻസസ് ഫേസ് ചെയ്യാനുള്ളത്. അപ്പം അത് ഫേസ് ചെയ്തേ മതിയാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.